മാറിപ്പോടെ ഡേയ്. ഓക്കേ ഗൈസ്, വാസവണ്ണം പുറകെ വരുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, പുറകെ ആള് വരുന്നുണ്ട്. ഒരു മിനിറ്റ്, എനിക്ക് ചാറ്റ് വായിക്കാൻ പറ്റുന്നില്ല. ഞാനൊന്ന് വണ്ടി ഒതുക്കിക്കോട്ടെ. ഒരു മിനിറ്റ് ഒന്ന് വണ്ടി ഒതുക്കിക്കോട്ടെ. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഒരു സെക്കൻഡ്, വണ്ടി ഒന്ന് ഒതുക്കിക്കോട്ടെ ഞാൻ. ആ ഓക്കെ. പറ ചാറ്റ് നോക്കിച്ചോട്ടെ. വണ്ടി ഓടിക്കരുത്, ശ്രദ്ധിച്ചില്ല. പറഞ്ഞേ, എന്തുണ്ട് വിശേഷം? കെടുമ്പരോ? എടാ ഈഗിൾ ബ്രോയുടെ വണ്ടി കൊണ്ടുപോകുമായിരുന്നു. വണ്ടി വാഷിന് കൊണ്ടുപോയിട്ട് വരുന്ന വഴിയാ. വണ്ടി നമ്മുടെ ഹർലിൻ വാഷിന് കൊണ്ടുപോയിട്ട് വരുന്ന വഴിയാടാ. കണ്ണമ്മൂണ്ടിൽ കിട്ടിയില്ല വണ്ടി. ഞാൻ പറയില്ല, ഞാൻ വാഷിന് പോയിട്ട് വരുന്ന വഴിയാന്ന്. എടാ വാഷിന് പോയിട്ട് ഒരു വഴിയാടാ, അതുകൊണ്ടാടാ. എടാ ഈ സാധനം ഒന്നും കിട്ടത്തില്ല. ഇതൊക്കെ കഷ്ടപ്പെട്ട് എടുത്തോണ്ട് വന്ന വണ്ടിയാണ് കേട്ടോ. ഇത് കഷ്ടപ്പെട്ട് എടുത്തോണ്ട് വന്നതാണ്. എങ്ങനെ ഒപ്പിച്ചടാ? ഇതൊക്കെ കഷ്ടപ്പാടാണ്. ഇല്ല, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പറ. ഞാൻ ഗ്ലാസ് തിരിച്ച് കയറ്റിയിട്ട് ഞാൻ പോവുകയാണ്. ഞാൻ വന്ന വഴി തിരിച്ച് ഞാൻ ഗ്ലാസും കയറ്റിയിട്ട് ഞാൻ എൻ്റെ വഴിക്ക് ഞാനങ്ങ് പോവും. ഓക്കെ, ഞാൻ ഗ്ലാസും കയറ്റിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ അങ്ങ് പോവും. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറ. നിങ്ങൾക്ക് കാണണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ വീണ്ടും ഗ്ലാസ് കാത്തിട്ട് വരാം. അല്ലാതെ ഇതിങ്ങനെ ചുമ്മാ ഇങ്ങനെ പറയാനാണെങ്കിൽ ഞാൻ പോവുകയാണ്. ഞാൻ തിരിച്ച് ഗ്യാങ് ഹൗസിലോട്ട് പോവുകയാണ്. ഞാൻ പോവാണ് ഗൈസ്, അല്ലെങ്കിൽ ഞാൻ എന്തിനു പോണം? ക്ലാസ് കേട്ടൊന്ന് ഞാൻ എന്തിനു പോണം? പടാ, ഞാൻ വരും. ഗൈസ്, നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഹർലിൻ, ഈ പറയുന്നവന്മാരല്ല ഹർലിൻ ഓടിച്ചിട്ടുണ്ടോ ഇന്നേ വരെ ജീവിതത്തില്? ഈ പറയുന്ന വാസുണ്ണ ഹർലിൻ ശരിക്കും ഓടിച്ചിട്ടുണ്ടോ? പറ, ആര് ഹർലിൻ ജീവിതത്തില്? ഇപ്പൊ നിങ്ങൾക്ക് ഫ്രണ്ടിൽ ഒരു ഉത്തരവുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് നിങ്ങൾ ഹർലിൻ ഓടിക്കുന്ന കണ്ട ആര്? അത് ഞാൻ ആണോ അല്ലേ? ഞാൻ ചുമ്മാ ഒന്നും അല്ല സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പഠിച്ചത് 3-4 വർഷം കേട്ടോ. നിങ്ങൾക്ക് ഇത് പലതും പറയാം, മനസ്സിലായില്ലേ? വണ്ടി ഓടിക്കുമ്പോ ചാറ്റ് നോക്കിക്കൂടുന്നതാണ്. ഒരു മിനിറ്റ്, എന്റെ പ്രിയ സുഹൃത്ത് വാറ്റ് ഗോക്കു വിളിക്കുന്നുണ്ട്. ഒരു മിനിറ്റ് കേസ്, ഞാൻ ഒന്ന് കോളൊന്നും എടുത്തോട്ടെ. ഹലോ എടാ അളിയ, ഒരു മിനിറ്റ്. ഞാനേ എയർപോർട്സിലാ സംസാരിച്ചത്. ഞാനൊന്ന് സ്പീക്കറിലാക്കിക്കോട്ടെ ഫോണെന്ന്. സ്പീക്കറിൽ നീ പറ, കേക്കാമോ? ഹലോ അറിയാ, ഞാനേ എയർപോർട്സിലായിരുന്നല്ലേ, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇവിടെ ചില കാബറക്കൊക്കെ കേട്ടോടന്ന്. ഞാൻ ലൗഡ് സ്പീക്കർ ആക്കിയിട്ടുണ്ട്. അളിയാ ഒരു മിനിറ്റ് ഒന്ന് പതുക്കെ പോട്ടെ അളിയാ. എന്ത് ചെയ്യാളിയാ? കാല് വെച്ചാ 120, 130. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏത് ഗിയർ ഇതില്? ഗിയർ ഇവിടെയാണോ? സോറി അളിയാ, ഗിയർ താഴെയായിരുന്നു. പറ. പുള്ളി ഒരുപാട് കഷ്ടപ്പെട്ട് വാങ്ങിച്ച കാറാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ പെട്രോളും അടിക്കണ്ട, ഒന്നും ചെയ്യണ്ട. വണ്ടി ഇങ്ങനെ എടുത്ത് കറങ്ങി നടന്നായി. നമുക്കേ അറിയാവോ അത്? അളിയാ, ഞാൻ നേരെ അങ്ങ് വരട്ടാ, യുകെയിലോട്ട് വരട്ടാ. വണ്ടിയിൽ ഇഷ്ടം പോലെ പെട്രോൾ ഉണ്ട്. കുറച്ച് സമയം എടുക്കും. നമ്മുടെ അണ്ണനെ കണ്ട, സരക്കണ്ണനെ കണ്ടടേ? കോൺഫറൻസിൽ ഒന്ന് ആഡ് ചെയ്യും. സരക്കണ്ണനും പറഞ്ഞിരുന്നു. സരക്കണ്ണ വണ്ടി കയറണമെന്ന് പറഞ്ഞായിരുന്നു. ഹർലിൽ എനിക്ക് ഒന്ന് കയറ്റി റൗണ്ട് കറക്കായിരുന്നു. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഹോൾഡ് തിരക്കാണ്. ഹോൾഡില്ല. ഹലോ കോൺഫറൻസ് കോളാ? ഹലോ സരക്കണ്ണുണ്ടോ? ഹലോ കോളില് സരക്കണ്ണുണ്ടോ? ഹലോ അണ്ണാ, നമ്മളെ വേറെ ഗ്രൂപ്പ് കോളിലായിരുന്നു. എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഇങ്ങോട്ടാക്കി. ഞാൻ കാർപ്ലേ കണക്ട് ചെയ്തിരിക്കായിരുന്നു അണ്ണാ. കാറ്റുണ്ടോ?
കാറ്റുണ്ട്, നീ നല്ല രീതിക്ക് തള്ളുന്നോണ്ട് ഇച്ചിരി. അണ്ണ തള്ളുന്നില്ല അണ്ണ, സത്യമായിട്ട് അണ്ണ ഞാൻ ഇപ്പൊ സത്യമായിട്ട് ഇരിക്കുന്നത് ഏകദേശം 10-15 കോടി വരുന്ന കാറിലാണ് അണ്ണ. എവിടെ പോണ കാറിലൊക്കെ? കാറില് ചുമ്മാ എടാ ഈഗിൾ വാസോണന്റെ കാറ് ഹർലിൻ. ഇത് കഴിഞ്ഞിട്ട് എന്നെ നേരെ വിളിച്ചിരിക്കുന്ന 24 ന്യൂസിലാ. അവർക്ക് അവരുടെ വിർച്വൽ റിയാലിറ്റിക്ക് എന്നെ വേണമെന്ന്. ഭയം പോലെ നിന്റെ ആവശ്യം. അല്ലാണ് അത് നമ്മുടെ ഒറിജിനാലിറ്റിക്ക് നമ്മൾ വേണം. ഏത് ആ സത്യം വേസ്റ്റ് എടാ തവിട് വേസ്റ്റ് കൊടുത്ത് വാങ്ങിച്ചവൻ ഏതാരടാ അത്? ആ ശബ്ദം കേട്ടറിയാലോ ഏത് വേസ്റ്റ് കൊടുത്ത് വാങ്ങിച്ചെന്ന്. ആര്? ഏത്? ചാറ്റ് മൊത്തം നിനക്ക് അതാ പട്ടിത്തീട്ടത്തൊക്കെ വിളിക്കുന്നത്. പട്ടിത്തീട്ടം അതാര് വിളിച്ചത്? ആര്? എടാ വണ്ടി ഓടിക്കൊണ്ട് മാത്രം ഞാൻ ചാറ്റ് നോക്കണില്ല കേട്ടോ തെണ്ടി. ഇല്ല ഇത് അളിയാ ആൾക്കാര് നമ്മള് അങ്ങനെ സീക്രട്ട് ഏജന്റ് ബാബു അതെന്ത് വണ്ടിക്കകത്ത് ഗൈസ് RP കേറുന്നില്ലെന്നാണ് പരാതി ഗൈസ്. അപ്പൊ RPയിലുള്ള ഒരു വണ്ടിയെങ്കിലും വെച്ച് കുറച്ചു നേരം കറങ്ങട്ടെ എന്ന് വിചാരിച്ചു. സരക്കണ്ണ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? വണ്ടി ഓട്ടിക്കാ ഫ്രീയാ ഞാൻ പറഞ്ഞു. ലൈക്കടി ഗൈസ് എഫോർട്ട് എന്തോരം എഫോർട്ട് ഇടുന്ന അറിയാവോ? ചുമ്മാ നെഗറ്റീവ് പറയാൻ എല്ലാരെ കൊണ്ട് പറ്റും, പക്ഷെ ലൈക്കടിക്ക് ആരെ കൊണ്ട് പറ്റില്ല. സത്യം ഗൈസ് ഇത് ശരിക്കും പറഞ്ഞ ഇൻസ്പയർഡ് ഫ്രം ഡോക്ടർ റെസ്പെക്ട് ആണ്. അതെ ഡിസ്റെസ്പെക്ട് ഹെലികോപ്റ്ററിലാണ് വരുന്നതെന്ന് എന്റെ അടുത്ത് വിപ്സി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡിസ്റെസ്പെക്ടിന് ഹെലികോപ്റ്റർ വരില്ലെങ്കിൽ എനിക്ക് കാറിലോ ഷിപ്പിലോ ഒക്കെ വരാന്ന് പറഞ്ഞിട്ട്. അപ്പൊ പറഞ്ഞു ഇല്ല നടക്കൂലെന്നൊക്കെ പറഞ്ഞു. അപ്പൊ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കാറ് വരാൻ വേണ്ടിട്ട്. ഒരു മിനിറ്റ് ഗൈസ് ഞാനൊന്ന് ഗൈസ് നല്ല പൊടിക്കാറ്റ് വരുന്നു. ഞാനൊന്ന് കണ്ണാടി ഒന്ന് കയറ്റിയിട്ടെ കുറച്ചു നേരം. നല്ല പൊടിക്കാറ്റ് വരുന്നു. പൊടിക്കാറ്റ് ഒന്ന് കണ്ണാടി കയറ്റിയിട്ടോട്ടെ കുറച്ചു നേരത്തേക്ക്. നീ മറ്റേ ആൾട്ടോ കാറിലെ പഴയ മറ്റേ തിരിക്കുന്നോട്ട് തിരിക്കുന്നത് അല്ല ഞാൻ തിരിക്കുന്നില്ല, ഞാൻ ചുമ്മാ ആടിയിരിക്കുന്നതാണ്. ക്ലാസ് കാത്തടാണ് ക്ലാസ് ഒരേ പിടി. ഞാൻ നോക്കിയപ്പോ 1/2 മണിക്കൂർ പിടിച്ചു അതിന്റെ പോകാൻ വേണ്ടി. കറക്കി തിരിക്കണെന്ന് ആര് പറഞ്ഞു? ഞാൻ രസിച്ചിരിക്കും അതങ്ങനെ. കാലം കഴിഞ്ഞു. ഇനി മുതൽ ഡോക്ടർ ബാബുവിന്റെ വരെ അത്രേ ഉള്ളൂ. ഡോക്ടർ ഡിസ്റെസ്പെക്ട് ചെയ്തത് പോലെ ഉണ്ടത്. ബ്രോ ഒരെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വരുന്നോ വാലറിന്റെ? സത്യം താങ്ക് യു ഗൈസ്. ഈ വണ്ടിയിൽ പെട്രോൾ അടിക്കാനുള്ള പൈസ നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് ആയിട്ട് ചെയ്യാം ഇവിടെ വേണമെങ്കിൽ. ഇത് പെട്രോൾ ആക്കി. ഇത് ശരിക്കും പറഞ്ഞാൽ ഇറങ്ങിയപ്പോ ഇലക്ട്രിക് ആയിരുന്നു. ബാറ്ററി തീർന്നപ്പോ ഈ വാസവണ്ണൻ ഇത് ഇതാക്കി പെട്രോൾ ആക്കി. ബാബു സംസാരിക്കുമ്പോഴത്തേക്ക് വണ്ടിയുടെ സ്പീഡ് കൂടുന്നുണ്ട് ഇച്ചിരി ഇടയ്ക്കിടയ്ക്ക്. മൈലേജ് കൂട്ടാൻ വേണ്ടിട്ട് സംഭവം ഇതിങ്ങനെയൊക്കെ നോക്കട്ടെ. മറ്റേ അകത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് അടിയില് മറ്റേ കുഴിയാണ്. മറ്റേ CID മൂസലെ പോലെ കാലിട്ട് തള്ളി ഇരിക്കുകയാണ് ആള്. ആരെ വണ്ടിയാണ് ഇതൊക്കെ പ്രതീക്ഷിച്ചാ മതി. പോയ സ്ഥലത്ത് തന്നെ പിന്നെ ഞാൻ കണ്ടില്ല. നീ മാത്രം ഫ്രോഡ് പയ്യനാടാ ഗൈസ്. ഇത് നോക്കോ ഗൈസ്, ഇതിനിപ്പോ നാളെ നോക്കോ ഈ ഹർലിൻ എന്റെ വാസവണ്ണം വാങ്ങിക്കൊണ്ട് പോകും. സരക്കണ്ണ ഞാൻ അണ്ണന് വേണ്ടിട്ട് മറ്റേ ഓടി ക്യൂസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് നാളെ ഇരിക്കാൻ. ആര്? പവിംബ്രോ വണ്ടി ഓടിക്കുന്നു. സോറി ഒരു മിനിറ്റ് ഒന്ന് വണ്ടി സൈഡ് ആയിക്കോട്ടെ. ഒരു മിനിറ്റ് വണ്ടി ഓടിക്കുള്ളൂ പുള്ളി. അത് ഇച്ചിരി പൈലറ്റാ. കോമഡി ഒന്നുമല്ല, കണ്ണാടി വെക്കാത്തോട്ടൊന്നും കാണുന്നില്ല. സത്യം നീ കണ്ടൂടാ. ഇപ്പൊ കണ്ണാടി വെച്ചൊന്നും കണ്ടൂടാ. കണ്ണ് കാണാൻ പോയി മറ്റേ മിറർ നോക്കുന്ന പോലെ എടുത്താണ് ചാറ്റ് വായിക്കുന്നത് മൊത്തം. കൊണ്ടുപോയി ഇവൻ ഫുള്ള് ഒരായിപ്പോ. എടാ ഇതിലും വലുത് എന്താ ചെയ്തു തരാൻ പറ്റാ? എന്റെ അടുത്ത് വിപ്സി പറഞ്ഞ് ഡോക്ടർ ഡിസ്റെസ്പെക്ടിന്റെ ഇൻട്രോ പുതിയതായോണ്ട് കാണാൻ 1,80,000 പേര് വരുമെന്ന്. ഞാൻ പറഞ്ഞു 180 പേര് വന്നാലും ഞാൻ പുതിയ ചെയ്ത് ഇടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കഴിച്ചത് ഇത് വന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇതല്ലേ ഇത് ലൈക്കടി അങ്ങോട്ട് എന്തേലും ക്രിയേറ്റീവ് ആയിട്ട് കോപ്പി അടിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ അതിന് കോപ്പി അടിച്ചാണെങ്കിലും ഇതില് ഹർലിൻ ഉപയോഗിക്കുന്നുള്ളത് വെറൈറ്റി ഐഡിയ അല്ലേ അണ്ണാ? നമ്മളെ വണ്ടി സ്വന്തം വണ്ടി
സത്യം അത് മാത്രമല്ല വേറൊരു കാര്യമുണ്ട്. അതില് ഡോക്ടർ ഡിസ്റെസ്പെക്ടിന്റെ മുഖമാണ്, ഇതില് നിന്റെ മുഖമുണ്ട്. സത്യം നിങ്ങൾക്ക് എന്തായാലും ഡിസ്റെസ്പെക്ട് കിട്ടുന്നില്ലേ? അതേ ഉള്ളു പോരാ. കിട്ടുന്നത് മൊത്തം. MVDക്ക് ഒന്നും ക്ലിപ്പ് അയച്ചു കൊടുക്കരുത്. ചാറ്റ് വായിച്ചോണ്ട് വണ്ടി ഓടിക്കുന്ന ക്ലിപ്പ് ഒന്നും MVDക്ക് അയച്ചു കൊടുക്കരുത് ദയവ് ചെയ്ത്. എനിക്ക് അതേ പറയാനുള്ളൂ. സീറ്റ് ബെൽറ്റ് എവിടെ? ഞാൻ എടാ സീറ്റ് ബെൽറ്റ് ഇല്ല ഈ വണ്ടിയിൽ. സീറ്റ് ബെൽറ്റ് ഇല്ലടാ, എല്ലാം വെച്ചു. സീറ്റ് ബെൽറ്റ് വെച്ചിട്ടില്ല വണ്ടിയിൽ. ഇത് എന്റെ വണ്ടി അല്ലല്ലോ, ഇത് അറിയാലോ ആരെ വണ്ടിയാണ്. ഇത് ഇങ്ങനെയൊക്കെ തന്നെ. ഇത് അരബെൽറ്റ് അരയിലാണ്. അതെ ഓണമായിട്ട് കിളി പോയിരിക്കണോ? എടാ ഇത്രയും കൂടിയ വണ്ടി ഓടിക്കുന്നത് കിളി പോകുന്നത് കൊണ്ടാണോ? പവിമ്പ്രോക്കെ പറയുന്നത് നിന്റെ അടുത്ത് റെസ്പെക്ട് ഉണ്ടായിരുന്നത് പോയെന്ന്. പവിമ്പ്രോ ബാബു കൺഗ്രാറ്റ്സ് 150K 150K നേരത്തെ ആയാലിയാ ആണല്ലേ? 2 ലൈവ് മുന്നേ ആയി. ഗൈസ് അടുത്ത ലൈവില് ഞാൻ പറയാം. നിങ്ങൾ ഗൈസ് ഞാൻ ഒരു കാര്യം പറയാം. ഗൈസ് നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ ഗ്യാങ് ഹൗസിൽ വന്ന് എന്റെ ഇൻട്രോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഗ്യാങ് ഹൗസിൽ നിന്നുകൊണ്ട് നമ്മുടെ പുതിയ ഇൻട്രോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഗ്യാങ് ഹൗസിന്റെ 2 or 3 ഫ്ലോർ നമുക്ക് കൊണ്ടുവരാം ലൈവില്, മനസ്സിലായില്ലേ? അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാം നമുക്ക്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ഒന്ന് വണ്ടി എടുത്തോട്ടെ. നോട്ട് സെക്കൻഡ് കാറ്റടിച്ച് മുടി പറക്കുന്ന ഗ്ലാസ് തുറന്നിട്ടിരിക്കുന്നുണ്ടാ ഒറിജിനാലിറ്റി. മനസ്സിലായില്ലേ? ഞാൻ കണ്ണാപ്പി മറ്റേ 3 MB ബാക്ക്ഗ്രൗണ്ട് വെട്ടി വെച്ചത് പോലെ അല്ല, ഇത് 300 MB വീഡിയോ ഫയലാ. അല്ല വണ്ടിയാ, 300 GB $300 ലക്ഷം വണ്ടിയാ. കാറുള്ളനോ? എടാ എനിക്ക് തന്നിട്ടാ ഞാൻ ഓടിക്കുന്നേ. ഇത് മിസ്റ്റർ ബാബു വണ്ടി നിർത്തുക, ഡ്രൈവിംഗിന് ഇടയിൽ ഫോൺ യൂസ് ചെയ്താൽ ഒരു 5000 രൂപ പെറ്റിയുണ്ട്. MVD ഓഫീസറാണോ ജാസിം ബ്രോ? ഞാൻ പറഞ്ഞില്ലേ, ഇത് കാർപ്ലേ ആണ്. കാറിലെ കളി. താങ്ക് യു സോ മച്ച് 100 rupees സൂപ്പർ ചാറ്റ്. സംഭവം ഫ്ലോപ്പായി എന്തായാലും. എടാ ഹെഡ്സ് ഞാൻ ലാസ്റ്റ് ലൈവ് ഇട്ടപ്പോ 300 പേരെ ഉണ്ടായിരുന്നുള്ളൂ, 500 പേര് ഉണ്ടായിരുന്നു. ഇപ്പൊ 1000 പേരുണ്ടായിരുന്നു. എനിക്കിത് ഫ്ലോപ്പ് ആയിട്ടില്ല. ചൊറിയാണ്. നിനക്ക് തെറിവിളിയാണോ വേണ്ടത്? ഓണമായിട്ട് കണ്ടൽ കഴിവേറി ഇറങ്ങി പോടാ. ഓ സോറി, നീ കണ്ടൽ കഴിവേറി അല്ല. ഇരുന്നോ ട്രിക്കിയാണ് കണ്ടൽ കഴിവേറി. പിടിച്ചു ചെപ്പ് കൊടുത്തു തരും. അവരെ പ്രശ്നം തീരും. അതല്ല ഫോർ പ്ലേ അല്ല കാർ പ്ലേ.